ഉദുമയിൽ നിന്ന് നമ്മൾ നേരെ രാജ്യതലസ്ഥാനത്തേക്ക് ദില്ലിയിലേക്ക് പോവുകയാണ്. ദില്ലിയിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഒരു അതൃപ്തി കൂടി വരികയാണ്. ഇത്തവണത്തെ അതൃപ്തിക്കാരൻ ശശി തരൂരാണ്. എന്താണ് ശശി തരൂരിന്റെ അതൃപ്തി എന്ന് നമുക്ക് നോക്കാം. വിഷ്ണു തലവൂർ എന്നോടൊപ്പമുണ്ട്. വിഷ്ണു, ഇതാ മറ്റൊരു അതൃപ്തി UDF ക്യാമ്പിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് എത്തുന്നു. ഇത്തവണത്തെ അതൃപ്തി ശശി തരൂരിനാണ്. എന്താണ് തരൂരിന്റെ പ്രശ്നം? മനു, നിലവിൽ ഇപ്പോൾ ശശി തരൂരിനും വലിയ അതൃപ്തിയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ദില്ലിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മാരത്തൺ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മാരത്തൺ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ പോലും നേതാക്കൾ ശശി തരൂരിന്റെ അഭിപ്രായം തരാൻ തയ്യാറാകുന്നില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള MP ആയിട്ട് പോലും തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പോലും ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾ തരാൻ നേതൃത്വം VD സതീശൻ, സണ്ണി ജോസഫ് ഉൾപ്പെട്ട നേതൃത്വം തയ്യാറാകുന്നില്ല. അതിനു പുറമെ ഇവിടെ ദില്ലിയിൽ നടക്കുന്ന ചർച്ചകളിലും തരൂർ പങ്കാളിയാകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം ഇത്രത്തോളം നേതൃത്വം തന്നോട് കൂടിയാലോചിക്കാത്തതിൽ ശശി തരൂരിന് വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരും ഈ ചർച്ചകളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത്. എന്നോടൊന്നും ചോദിച്ചില്ല, എന്നോടൊന്നും പറഞ്ഞില്ല, ഇതാണോ തരൂരിന്റെ പ്രശ്നം? ഒരു അഭിപ്രായവും ആരും തേടുന്നില്ല, പരിഗണിക്കുന്ന പോലുമില്ല എന്നതല്ലേ തരൂരിന്റെ പ്രശ്നമല്ലേ? മനു, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ദില്ലിയിൽ നമ്മൾ കാണുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച വലിയ മാരത്തൺ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കേരള ഹൗസിൽ MP മാരൊക്കെ തന്നെ എത്തുന്നു, നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുന്നു. അവിടെയാണ് ശശി തരൂരുമായി യാതൊരുവിധ അഭിപ്രായം തേടാൻ നേതൃത്വം തയ്യാറാകുന്നില്ല, ചർച്ചകൾക്ക് വിളിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിനെ വലിയൊരു അതൃപ്തനാക്കിയിരിക്കുന്നത്. മനു, ശരി. അപ്പോൾ അടുത്ത അതൃപ്തി അത് ശശി തരൂരിനാണ്. തന്നെ പരിഗണിക്കുന്നില്ല, തന്റെ അഭിപ്രായം തേടുന്നില്ല, തന്നോടൊന്നും ചോദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ തരൂർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും തരൂരിന്റെ നേതൃത്വത്തിന് പണ്ട് തൊട്ടേ തന്നെ അത്ര പിടുത്തമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തരൂരിനെ ആ മേഖലയിലേക്ക് അടുപ്പിക്കാത്തത്. അതിന്റെ അതൃപ്തി തരൂർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് K. സുധാകരൻ അല്പസമയത്തിനകം തന്നെ ദില്ലിയിലേക്ക് എത്തും. നമ്മൾ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന പ്രതികരണത്തിനായി. ഏതായാലും അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ അതോ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണോ പറയുക എന്ന് നമുക്കറിയില്ല. കാത്തിരിക്കാം.